ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് മിനി പോർട്ടബിൾ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്വീം മെഷീനാണ്. ഈ സ്വീം മെഷീൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഇതിലെങ്ങനെയൊക്കെയാണ് മെറ്റീരിയൽ അടിക്കുക, ഏതൊക്കെ മെറ്റീരിയൽ അടിക്കാൻ പറ്റും, ഏതൊക്കെ മെറ്റീരിയൽ അടിക്കാൻ പറ്റൂല, പിന്നെ അതുപോലെ തന്നെ ഇതിലെങ്ങനെയാണ് ത്രെഡ് പാസ് ചെയ്യുന്നതും പിന്നെ എങ്ങനെ അത് വർക്ക് ചെയ്യിപ്പിക്കണമെന്നൊക്കെ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടു നോക്കുക, സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക. അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. പിന്നെ ഇത് ചില്ലെക്സ് പ്ലസിൻ്റെ FHSM 201 മോഡലാണ്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഈ സെയിം പ്രൊഡക്റ്റ് വേണമെങ്കിൽ അങ്ങനെ തന്നെ നോക്കിയാൽ മതി. ഞാൻ ആമസോണിൻ്റെ ലിങ്കും പിന്നെ മീഷോയിലും ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. മീഷോൻ്റെ പ്രൊഡക്റ്റ് കോഡും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുക. ഇതിൻ്റെ പ്രൈസ് ഏകദേശം 1000 to 1500 വരെ റേഞ്ച് ചെയ്യുന്ന ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കി നല്ല റിവ്യൂ ഉള്ളത് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങുക. അപ്പോൾ ഇതിൻ്റെ ബോക്സിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ബോബിന്, പിന്നെ 3 ബട്ടൺസിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ സ്ലീവ്സ് അടിക്കാനുള്ളൊരു ഈസി വേ ഉണ്ട് അതിൽ. പിന്നെ അതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെന്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് എക്സ്ട്രാ ആക്സസറീസ് കിട്ടുന്നുണ്ട്. ബോബിന്, നീഡില്, പെഡല്, പിന്നെ നീഡിൽ ത്രെഡർ, പിന്നെന്താ അഡാപ്റ്റർ, പിന്നെ ഒരു എക്സ്റ്റൻഷൻ ടാബിൾ പറയുന്നുണ്ട്. അത് ഇതിലില്ല കേട്ടോ. ബാക്കി എല്ലാ കാര്യങ്ങളും അതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ്. നല്ല കുഞ്ഞു പ്രൊഡക്റ്റാണ്. നമ്മൾ മിനി എന്ന് പറഞ്ഞാലും എത്ര ആയാലും ഇത്ര എക്സ്പെക്ട് ചെയ്യൂല, അത്രയും മിനിയാണ്. ഇതിൻ്റെ ഒരു സൈസ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. നമ്മൾ ഓൺലൈൻ ഷോപ്പിൽ കാണുമ്പം ഇതിനെക്കാട്ടിയും വലുതാണെന്ന് തോന്നും, പക്ഷെ അത്ര ഒന്നുമില്ല. പിന്നെ ഇത് മാനുവല്, പിന്നെ ഒരു ഫുഡ് പടല്, അത് നമുക്ക് പ്ലഗ് ചെയ്ത് യൂസ് ചെയ്യാനുള്ളതാണ്. ഇത് പവർ അഡാപ്റ്റർ ആണ്. ഒന്നല്ലെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ ബാറ്ററിയിൽ യൂസ് ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മളെ മെഷീന്. ഇത് കണ്ടോ, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അതൊരു കയ്യിൻ്റെ സൈസേ ഉള്ളൂ നമ്മളെ മെഷീന്. പിന്നെ നമ്മളെ 15 സെൻറ്റിമീറ്റർ സ്കെയിലില്ലേ, അതും കൂടി വെച്ച് നോക്കുകയാണെങ്കിൽ ആ സെൻറ്റിമീറ്റർ സ്കെയിലിന് കഷ്ടിച്ച് 14 അറൗണ്ടൊക്കെ തന്നെ ഉള്ളൂ മെഷീൻ്റെ ഒരു സൈസ്. അപ്പോൾ അത്രക്കും ചെറുതാണ്. പിന്നെ അതിൻ്റെ അടിയിൽ 4 സൈഡിലായിട്ടും ഗ്രിപ്പർ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഇളകി നീങ്ങി പോകുമൊന്നുമില്ല. മെഷീൻ അടിക്കുമ്പോൾ അങ്ങനെ അവിടെ തന്നെ സെറ്റായി നിന്നോളും. പിന്നെ അതാ ഒരു നമുക്ക് വാങ്ങുമ്പോൾ തന്നെ ഒരു ടെസ്റ്റർ മെറ്റീരിയൽ തരും. അതിലടിച്ചിട്ട് പകുതി അടിച്ച് വെച്ചിട്ടാണ് ഉണ്ടാവുക. ബാക്കി നമ്മൾ അടിച്ചു നോക്കിയാൽ നമുക്കത് അടി സെറ്റാവുണ്ടോ എന്നൊക്കെ മനസ്സിലാകും. ഇനിയിപ്പോൾ മാനുവൽ ഒന്ന് കണ്ടു നോക്കാം. മാനുവലിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. നമ്മളെപ്പോഴും മാനുവൽ നോക്കിയിട്ട് വേണം ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ. ഇപ്പം ഇത് കണ്ട് നിങ്ങൾ വേറൊരു സ്വിങ് മെഷീൻ വാങ്ങിയാലും അതിൻ്റെ മാനുവലിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പോകുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ കണ്ടിട്ടുള്ള ആ കള്ളിയിൽ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ യൂസ് ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളാണ്. ഏതൊക്കെ ടൈപ്പ് മെറ്റീരിയൽ, പിന്നെ അത് അതിൻ്റെ പാർട്സും ആക്സസറീസും കാര്യങ്ങളുമാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിലൂടെ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. പിന്നെ ഇത് സേഫ്റ്റി ഇൻഫോർമേഷൻ ആണ്. ഇതിൽ മെയിനായിട്ട് പറയുന്നത് കണക്ട് ചെയ്യേണ്ട രീതി, ഡിസ്കണക്ട് ചെയ്യേണ്ട രീതി, ത്രെഡ് പാസ് ചെയ്യേണ്ട രീതി ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ അതിലുള്ള പോലെ തന്നെ ചെയ്താൽ മാത്രമേ നമ്മൾ ഈ മെഷീൻ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ഫുഡ് പെഡലും അഡാപ്റ്ററും കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എക്സ്ട്രാ കിട്ടുന്നത് ഈ 4 ബോബിനും ഒരു സൂചിയുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എക്സ്ട്രാ ആയിട്ട് വരുന്നത്. പിന്നെ ആ ബോക്സിൽ കാണിക്കുന്നുണ്ടോ ഒരു എക്സ്റ്റൻഷൻ ടാബിൾ ഉണ്ടെന്നുണ്ട്, അതൊന്നും ഇതിൽ കിട്ടുന്നില്ല കേട്ടോ. ഇനിയിപ്പം മെയിനായിട്ടുള്ള മെഷീൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം.
ഇതാണ് മെഷീൻ്റെ ഹാൻഡ് വീലിൻ്റെ സെൻറ്ററിൽ കാണുന്നതാണ് ബോബിൻ വൈൻഡർ. ഹാൻഡ് വീല് നമ്മൾ സാധാ മെഷീനൊക്കെ ഉള്ളത് തന്നെ നമ്മളിങ്ങനെ ഫ്രണ്ട് സൈഡിലേക്ക്, അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്യാനേ പറ്റുള്ളൂ. ബാക്ക് റിവേഴ്സ് അടിച്ചു പോരുത്. അപ്പം ത്രെഡ് ഉണ്ടെങ്കിൽ അത് കുടുങ്ങി പോയാൽ മെഷീന് പെട്ടെന്ന് ഡാമേജ് ആയി പോകും. പിന്നെ ബോബിൻ വൈൻഡർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോബിന് വെച്ചിട്ട് അതിൽ ത്രെഡ് കയറ്റുന്നുണ്ടല്ലോ, ആ കയറ്റാൻ വേണ്ടിയിട്ട് അവിടെയാണ് ബോബിൻ വെക്കുക. അത് ബോബിൻ്റെ ഹോൾഡറാണ്. അത് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് റൈറ്റ് സൈഡിലേക്ക് ഫിംഗർ ആക്കിയാൽ ഓപ്പൺ ആകും. അതേപോലെ തന്നെ പിന്നെ അത് പ്രസ് ചെയ്ത് ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കിയാൽ അത് ക്ലോസും ആകും. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്താൽ. പിന്നെ ഇതിൽ എങ്ങനെ ബോബിൻ വെച്ചിട്ട് അതിലേക്ക് നൂല് കോർക്കുന്നതെന്നൊക്കെ ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്, അപ്പോൾ അത് മനസ്സിലാക്കാം. ഇനിയിപ്പം നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം. അതിന്റെ നേരെ താഴായിട്ടാണ് നമ്മളെ ഫുഡ് പെഡലും പവർ അഡാപ്റ്ററും പ്ലഗ് ചെയ്യേണ്ട സ്ഥലം. അപ്പം ഫസ്റ്റ് കാണുന്നത് ഫുഡ് പെഡലും രണ്ടാമത് കാണുന്നിടത്താണ് പവറും. അത് നമ്മൾ വാങ്ങുമ്പോൾ അതിലുണ്ടാകും, അതിൽ തന്നെ കാണിക്കും ഫുഡ് പെഡലിന്. അതിൽ മാത്രം തന്നെ പ്രസ് ചെയ്യുക, മാറി പ്രസ് ചെയ്ത് പോകണ്ട. ഇനിയിപ്പോൾ നമുക്ക് മെഷീൻ്റെ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം. ഇവിടെ മെയിനായിട്ട് 3 ബട്ടണാണുള്ളത്. ഒന്ന് ലൈറ്റ്, ഒന്ന് ഓൺ ഓഫ്, ഒന്ന് സ്പീഡ്. അപ്പം ആദ്യത്തെ ബട്ടണ് ലൈറ്റാണ്. അത് പ്രസ് ചെയ്യുമ്പം ലൈറ്റ് വരും, അല്ലാത്ത സമയത്ത് ഓഫാണ്. പ്രസ് ചെയ്യുമ്പോൾ ദാ ഇങ്ങനെ ഇവിടെ നമ്മളെ സ്റ്റിച്ച് ചെയ്തതിന് നേരെ മുകളിലായിട്ട് ഒരു ചെറിയ ബൾബുണ്ട്, അതിലാണ് ലൈറ്റ് ഉണ്ടാവുക. അത് ഓഫാക്കി കഴിഞ്ഞാൽ ലൈറ്റ് പോകും, അത്ര തന്നെ. പിന്നെ അടുത്ത ബട്ടൺ എന്ന് പറഞ്ഞാൽ ഓണ് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടണാണ്. അത് നമ്മൾ ഫുഡ് പെഡൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൻ്റെ ആവശ്യമില്ല. അല്ലാത്ത സമയത്ത് ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആയിട്ട് ഓട്ടോമാറ്റിക്കലി മെഷീൻ വർക്ക് ചെയ്യാൻ തുടങ്ങും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പിന്നെ ഓഫ് വരുള്ളൂ. അങ്ങനെ നമുക്ക് പെഡൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ യൂസ് ചെയ്യേണ്ട, അങ്ങനെയാണ്. ഇനിയിപ്പോൾ അടുത്തത് സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന സ്വിച്ച് ആണ്. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോ സ്പീഡിലാണ് ഇത് വർക്ക് ചെയ്യുക, അതായത് അടിക്കുന്നതിൻ്റെ സ്പീഡ് കുറയും. അത് പ്രസ് ചെയ്യാതെ നോർമൽ കേസിൽ നോർമൽ സ്പീഡ്, അതായത് ഹൈ സ്പീഡാണ് ഉദ്ദേശിക്കുന്നത്, അതിലാണ് വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഇനിയിപ്പോൾ ഇത് കറണ്ടിലല്ലാതെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടിയിൽ ഇതിന് ബാറ്ററി സിസ്റ്റം ഉണ്ട്. ബാറ്ററി എങ്ങനെയാ വെച്ചാൽ 4 ബാറ്ററി ഇട്ട് കൊടുത്താലാണ് അത് വർക്ക് ചെയ്യുക. അപ്പം 4 ബാറ്ററി വെച്ചിട്ട് വേണം നമുക്ക് ബാറ്ററിയിൽ വർക്ക് ചെയ്യുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് ഈ മെഷീൻ്റെ ബോക്സിൽ കാണിച്ചിരുന്ന സ്പെഷ്യൽ ഫീച്ചർ. നമ്മൾ മെൻസിൻ്റെ ഷർട്ടിൻ്റെ സ്ലീവ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിലൂടെ അങ്ങോട്ട് റൗണ്ട് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് അടിക്കാൻ ഈസി ആവാൻ വേണ്ടിയിട്ടുള്ളൊരു ഫീച്ചർ ഉണ്ട്. അതാണ് അടിയിലുള്ള ആ ഗ്യാപ്പ്. അത് എങ്ങനെയാണെന്നുള്ള ഒരു ചെറിയ പിക്ചർ ഞാനതിൽ ഷെയർ ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടുത്തി തരാം. അത് കഴിഞ്ഞിട്ട് എങ്ങനെ ബോബിനിൽ നൂലിടണമെന്നും മെഷീനിൽ നൂലിടണമെന്നും പറഞ്ഞുതരാം. ഇത് ബോബിൻ ഹോൾഡർ, ഇത് ത്രെഡ് ഹോൾഡർ. നമ്മൾ സാധാ മെഷീനിൽ ഇവിടെ ത്രെഡ് ഹോൾഡറിൽ ത്രെഡ് വെച്ചിട്ടാണ് സ്റ്റിച്ചിങ് ചെയ്യുക. പക്ഷേ ഇതിലാണെങ്കിൽ നമുക്ക് 2 പർപ്പസിനും വേണമെങ്കിൽ ബോബിൻ യൂസ് ചെയ്യുക. അടിയിൽ സ്റ്റിച്ച് വരുന്നതിനും മുകളിലത്തെ സ്റ്റിച്ച് വരുന്നതിനും നമുക്ക് ബോബിനിൽ തന്നെ ത്രെഡ് ഇട്ടാൽ മതി. അതായത് ബോബിന് ഒന്ന് ഇവിടെയും ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ അവിടെയും ഉണ്ടാകും. അങ്ങനെ ഈ ത്രെഡ് ഹോൾഡർ അങ്ങനെ യൂസ് ചെയ്യണമെന്നില്ല. ഇതാണ് പ്രസർ ഫൂട്ട് ലിവർ. ഇത് നമ്മളിങ്ങനെ സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പും ഡൗണും ചെയ്യുമല്ലോ, അതാണ് സംഭവം. ഇനിയിപ്പം കാണിക്കുന്ന കമ്പാർട്ട്മെൻ്റാണ് നമ്മളെ ബോബിൻ കമ്പാർട്ട്മെൻറ്റ്. നമ്മൾ ബോബിന് അവിടെയാണ് ഉണ്ടാവുക. അത് സാധാ മെഷീനിലുള്ളത് പോലെ തന്നെ. നമ്മൾ സാധാ മെഷീനിൽ എങ്ങനെയാണ് എക്സ്ട്രാ നൂലിട്ട് വെക്കുന്ന അതേപോലെ തന്നെ ബോബിനിലും കുറച്ച് നൂല് എക്സ്ട്രാ ആക്കിയിട്ടാണ് വെക്കേണ്ടത്, പുള്ള് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മെഷീനിൽ ത്രെഡ് ഹോൾഡറിൽ അങ്ങനെ ത്രെഡ് വെച്ചിട്ടല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടാവുക. 2 ബോബിനും ഫില്ല് ചെയ്ത് വെച്ചിട്ടാണ് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുക. അപ്പം ബോബിൻ ഫില്ല് ചെയ്യാനുള്ള ത്രെഡ് എങ്ങനെ ഇടാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബോബിൻ എടുത്തിന്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോബിൻ വൈൻഡർ ഓപ്പൺ ചെയ്തിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അധികം പ്രസ് ചെയ്തിട്ട് ഇതാക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് വെച്ചെടുത്തപ്പോൾ ഞാൻ കാണിക്കാം, അതിൻ്റെ ഗ്യാപ്പൊക്കെ കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി. ഒരുപാട് പ്രസ് ചെയ്തിട്ട് അത് പൊട്ടിപ്പോകും. എന്നിട്ട് ആദ്യം നമ്മൾ ബോബിനിൽ നൂലിനൊന്ന് കുടുക്കി കൊടുക്കുക. പിന്നെ പവർ ഓണാക്കി ഫുഡ് പെഡലും പവർ പ്ലഗും ഒക്കെ ഓണാക്കി വെക്കുക.
നമ്മൾ ഒന്നില്ലെങ്കിൽ ഫുഡ് പെഡൽ ഉപയോഗിച്ചിട്ട് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ബോബിന് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഓൺ ഓഫ് ബട്ടൺ ഇല്ലേ അതിൽ ഓൺ ആക്കിയിട്ട് ബോബിൻ ഫില്ല് ചെയ്തിട്ട് ഓഫ് ആക്കുക. അങ്ങനെ ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യുക. അപ്പം അങ്ങനെയാണ് നമ്മളെ ബോബിൻ ഫില്ല് ചെയ്യൽ. പിന്നെ എപ്പോഴത്തെ പോലെ തന്നെ നമ്മൾ ബോബിനൊക്കെ ഫില്ല് ചെയ്യുമ്പം മാക്സിമം നമ്മൾ സൂചിൻ്റെ അവിടെയുള്ള നൂല് ഊരിയിട്ടെന്നുള്ള ഉറപ്പ് വരുത്തുക, അല്ലെങ്കിൽ അത് ഉള്ളിലൊക്കെ പോയി കുടുങ്ങാനുള്ള സാധ്യത ഉണ്ട്. മെഷീന് ഡാമേജ് ആണത്, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ മെഷീനിൽ നമ്മളെ പർപ്പസ് ഒക്കെ കഴിഞ്ഞാൽ കട്ട് ചെയ്യാനും അവിടെ സൈഡിലൊരു ബ്ലേഡ് ഉണ്ട്. അപ്പോൾ ആ ബ്ലേഡിൻ്റെ ഹെൽപ്പിൽ നമുക്ക് കട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ അത് ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ് കാണിച്ചെന്നില്ല എന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ സൈഡിലിടാം. ഇനിയിപ്പോൾ നമുക്ക് ബോബിൻ ഹോൾഡറിന്ന് ബോബിൻ എടുക്കണ്ടേ, അത് എങ്ങനെയാണെന്ന് നോക്കാം. ബോബിൻ ഹോൾഡറിന്ന് ബോബിൻ എടുക്കുമ്പം അത് അത്യാവശ്യം നമ്മൾ പ്രഷർ കൊടുത്ത് വലിക്കണേ വേണം. വലിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള സ്പ്രിങ് അടക്കം നമുക്ക് കിട്ടും. ഇങ്ങനെ ഉണ്ടാവുക ഹോൾഡറും ബോബിനും സ്പ്രിങ്ങും. പിന്നെ അതെങ്ങനെ തിരിച്ചു വെക്കുന്നതെന്നും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്ത് നോക്കുക. പിന്നെ വെച്ച് കഴിയുമ്പം ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതേപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വലിച്ച അതേ പ്രഷറിൽ അങ്ങോട്ട് പ്രസ് ചെയ്യണമെന്നില്ല. പ്രത്യേക സൗണ്ടൊന്നും വരില്ല പ്രസ് ആയി എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തൊന്ന് വെച്ച് കൊടുത്താൽ മതി, അത്ര തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ ആ ബോബിനാണ് ഫസ്റ്റ് ത്രെഡ് പാസിങ് തുടങ്ങുന്നത്. ആ ബോബിനിലൂടെ പാസ് ചെയ്ത് അവിടെ ഒരു ഇടയിലൊരു ഹോൾഡർ കണ്ടില്ലേ, ആ ഹോൾഡറിലൂടെ പാസ് ചെയ്ത് ടെൻഷനിൽ നമ്മൾ ത്രെഡ് ഒന്ന് കുടിക്കിന് ശേഷം വീണ്ടും നെക്സ്റ്റ് ഹോൾഡറിലൂടെ നമ്മൾ പാസ് ചെയ്യുക. പിന്നെ ഈ ടേക്കപ്പ് ലിവറിലൂടെയാണ് നമ്മൾ പാസ് ചെയ്യേണ്ടത്. അതിലൂടെ ത്രെഡ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ താഴെ ഒരു ഹോൾഡർ ഉണ്ട് അതിലൂടെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നീഡിൽ ക്ലാമ്പ് ഉണ്ട് അതിലൂടെ, പിന്നെ നമ്മൾ സാധാ സൂചിയില്ലേ സ്റ്റിച്ച് ചെയ്യുന്ന, പിന്നെ അതിലൂടെ ഇത്രയും ഹോൾഡേഴ്സാണ് സൂചി നൂല് പാസ് ചെയ്യാനുള്ള ഹോൾഡേഴ്സ്. അപ്പോൾ അതിലൂടെയൊക്കെ നമ്മൾ കോർക്കുക. അതെങ്ങനെ കോർക്കേണ്ടതെന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ നൂല് കോർക്കേണ്ട സ്ഥലത്തിലൂടെ ഒക്കെ നമ്മൾ കോർത്ത് കഴിഞ്ഞു. ഇനി നമ്മളിപ്പോൾ ബോബിന് വലിച്ചെടുക്കുക. അത് നോർമലി നമ്മൾ മെഷീനിൽ കാണിക്കുന്ന പോലെ തന്നെ ഹാൻഡ് വീലൊന്ന് കറക്കി നീഡിലൊന്ന് താഴെ പോയി മോൾക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി താഴെ ബോബിനുള്ള നൂലും മോൾക്ക് വന്നോളും, സാധാ പോലെ തന്നെ. ഇനി പവറൊക്കെ കൊടുത്ത് ഫുഡ് പടലൊക്കെ നമ്മൾ പ്ലഗ് ചെയ്ത് നമ്മളൊന്ന് അടിച്ച് നോക്കാം. അപ്പോൾ സ്റ്റിച്ച് എങ്ങനെയാണെന്ന് കാണണ്ടേ. ഇപ്പം എല്ലാം കണക്ട് ചെയ്തു. ഇനിയിപ്പോൾ ലൈറ്റിൻ്റെ ഓൺ ഓഫ് ബട്ടണിൽ പ്ലസ് ചെയ്തപ്പോഴാണ് ലൈറ്റ് വന്നത്. നീഡിൻ്റെ തൊട്ട് മുകളിലായിട്ട് ലൈറ്റ് കത്തിയത് കാണുന്നുണ്ടല്ലോ. ഇനിയിപ്പം നമുക്ക് ഓൺ ഓഫ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ പെഡൽ യൂസ് ചെയ്തിട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഞാൻ ക്യാമറ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് ഓൺ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടാണ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഓഫാക്കി കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് അവിടെ സ്റ്റോപ്പ് ആവും. ഇനിയിപ്പോൾ ഇതിൻ്റെ സൗണ്ടിനെ കുറിച്ച് പറയാം. സ്റ്റിച്ച് ഞാൻ കാണിക്കാം. അത്യാവശ്യം നല്ല സൗണ്ട് തന്നെ ഇതുണ്ടാവും കേട്ടോ അടിക്കുമ്പം. അപ്പം സ്റ്റിച്ചൊക്കെ പറയുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് തന്നെ, സ്റ്റിച്ച് വരാത്ത പ്രശ്നമൊന്നുമില്ല. മുകളിലും താഴെയും ഒരുപോലെ നല്ല വൃത്തിയിൽ തന്നെ സ്റ്റിച്ചൊക്കെ വന്നിക്കണ്. പിന്നെ ഇതിൽ അത്യാവശ്യം എല്ലാ മെറ്റീരിയലും നമുക്ക് അടിക്കാൻ പറ്റും. പിന്നെ കട്ടിയുള്ളതാണെങ്കിലും അത്യാവശ്യമൊക്കെ നമുക്ക് അടിക്കുക. പിന്നെ നമ്മൾ കട്ടിയുള്ള അടിക്കുമ്പം അതിൻ്റെ എഡ്ജ് പിന്നെ അതേപോലെ 2 ലെയറായിട്ട് അങ്ങനെയൊന്നും അടിക്കാൻ പറ്റൂല. കട്ടിയുള്ളത് ഒരു ലെയറിലൊക്കെ നമുക്ക് അടിക്കുക. 2 ലെയറായിട്ടൊക്കെ അടിക്കുമ്പം മെഷീന് ഡാമേജ് ആകും. പിന്നെ മടുക്കടിക്കുമ്പം, അതായത് നോർമലായിട്ടുള്ള മെറ്റീരിയലിൻ്റെ മടുക്കടിക്കുക, ജീൻസ് ഐറ്റംസ് അല്ലെങ്കിൽ കട്ടിയുള്ളതിൻ്റെ മടുക്കടിക്കുമ്പോഴും അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, നല്ല സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ, ബൈ.